നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വാർത്തകളൊക്കെ ലോകമാധ്യമങ്ങളിൽ, അതായത് ലോകത്തിലെ ഒരു പത്രവാർത്തകളായാലും ടി വിയിലായാലും വരുന്നത് ഒരു അഭിമാനം തന്നെയാണ് അല്ലേ ഏട്ടാ? തീർച്ചയായും ഓരോ കാര്യങ്ങളും. കാരണം എനിക്കൊന്ന് ഇന്നത്തെ ഈ ദിവസത്തെ രണ്ട് പ്രത്യേകതകളാണ്. ഒന്ന് ആദിത്യ L1 സൂര്യനിലേക്ക് അടക്കുന്നു, വാർത്തയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിഫൻസ് സേനയെ കുറിച്ച് വാനോളം പുകഴ്ത്തുന്നുണ്ട് ഇവിടെ ലോകമാധ്യമങ്ങൾ എല്ലാവരും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എല്ലാവർക്കും അറിയാം, നമ്മുടെ എന്താണ് മാർക്കോസിനൊരു കരുത്ത് ഒന്നും കൂടെ കാണിച്ച രീതിയിൽ ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റത്തിനെ വല്ലാതെ വാനോളം പുകഴ്ത്തി ലോകമാധ്യമങ്ങളൊക്കെ. ഒരുപക്ഷെ ഈ സംഭവം എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ ആരെങ്കിലും ഇത് ടി വിയിൽ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പത്രം വായിച്ചില്ലെങ്കിൽ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. കഴിഞ്ഞ ദിവസം സോമാലിയൻ കൊള്ളക്കാർ റാഞ്ചിയ ഒരു കപ്പൽ, 15 ഇന്ത്യക്കാരും ഉൾപ്പെടെ ഒരു 21 ജീവനക്കാരുണ്ടായിരുന്ന കപ്പലാണ്. ഇന്ത്യൻ നാവികസേന അതിശക്തമായ ഇടപെടലിലൂടെ തിരിച്ചു പിടിച്ചു. കള്ളക്കൊള്ളക്കാരെല്ലാം രക്ഷപ്പെട്ടു. അതെ, ബ്രിട്ടന്റെ നിർദ്ദേശം അനുസരിച്ചാണ് നമ്മൾ അറിഞ്ഞത് ഇത്. അതെ അതെ അതെ. അപ്പൊ തന്നെ ഇന്ത്യ സഡൻ ആയിട്ട് അങ്ങ് എണീറ്റു. അതുവരെ നമ്മളെ അപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മളെ ഡിഫൻസ്, കാരണം എനിക്കൊന്ന് വിത്തിൻ സെക്കൻഡ്സ് അവര് ഉണർന്നു. സ്വാഭാവികമായിട്ടും കടൽ എന്നാൽ ഇപ്പം കടലിനെ അടക്കി വരിക്കുന്ന നമുക്കറിയാം ഡിഫൻസ് സേനയിലെ തന്നെ മാർക്കോസ് കമാൻഡോസ്, അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അവരും അതുപോലെ തന്നെ നമ്മുടെ മാർക്കോസ് കമാൻഡോസ് ഇന്ത്യയുടെ നാവിക യൂണിറ്റ് ആണ് വരുന്നത്. അത് പ്രത്യേകമായിട്ട് രൂപീകരിച്ചത് കാരണം ഒരു സമയത്ത് പണ്ട് കാലങ്ങളിൽ സമുദ്രാതിർത്തികളിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ത്യയുടെ അവിടുന്ന് ഒഴുങ്ങുകയറ്റവും എല്ലാം നടന്ന് നമ്മുടെ അധിനിവേശമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോഴത്തെ ഇവിടുത്തെ ഡിഫൻസ് സേന രൂപീകരിച്ചത്. അത് നാവിക സേന ഒരു പ്രത്യേക യൂണിറ്റ് ആയിട്ടാണ് മാർക്കോസ്. അവർക്ക് വേണ്ടി പ്രത്യേക പരിശീലനങ്ങൾ, കടലിൽ എങ്ങനെയൊക്കെ അതിജീവിക്കുക, അങ്ങനെ ഒരുപാട് പരിശീലനം കൊണ്ട് മനസ്സിനെ കല്ലാക്കിയ മനുഷ്യരല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ചെകുത്താന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവരാണ് മാർക്കോസ്. അവരും ഒപ്പം തന്നെ നമ്മുടെ ഏറ്റവും പുതിയ INS ചെന്നൈ പോലുള്ള, അതായത് കൊൽക്കത്ത യൂണിറ്റിലെ മൂന്നാമത്തെ കപ്പലായ INS ചെന്നൈ ശക്തി തെളിയിച്ച് ഈ രണ്ടും കൂടെ ചേർന്നപ്പോൾ ആണ് നമുക്ക് ഈ ഒരു ചരിത്രപരമായ ഒരു നമ്മുടെ 4 യുദ്ധക്കപ്പലുകൾ നമ്മൾ അറബിക്കടലിൽ കുറച്ച് ദിവസങ്ങളായി വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഇപ്പോൾ നമ്മളറിയാം ചെങ്കടലിൽ ബഹൂദി മുതൽ നിരന്തരമായി അത് വഴി പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നു. എന്തെങ്കിലും ഇസ്രായേൽ ബന്ധമുണ്ട് എന്നവർക്ക് തോന്നിയാൽ അതിനെയൊക്കെ പിടികൂടുന്നു, അതിനാക്രമിക്കുന്നു. ഈ ഒരു പ്രശ്നം വന്നപ്പോൾ പല കപ്പലുകളും ഇപ്പോൾ മറ്റു വഴികളിലൂടെ തിരിച്ചുവിടാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വരുമ്പം അമേരിക്ക ഇപ്പോൾ ഇവിടെ എല്ലാം പട്രോളിങ് നടത്തിയിരുന്ന അമേരിക്കൻ സൈന്യം കൂടുതൽ ശ്രദ്ധ ചെങ്കടലിലേക്ക് മാറിയപ്പോൾ ഈ ഭാഗത്തേക്ക് നമ്മുടെ ഇന്ത്യ 4 നാവികസേന കപ്പലുകളും നമ്മുടെ നിരീക്ഷണ വിമാനങ്ങൾ, ഹെലികോപ്റ്റർ എല്ലാം നമ്മളവിടെ വിന്യസിച്ചിട്ടുണ്ട്. മുൻകരുതൽ പോലെ നമ്മളങ്ങ് എടുത്തു. അത് കാര്യമായി, അത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റി. നമ്മള് സത്യം പറഞ്ഞാൽ ഇതിന് പേടിക്കുന്നതൊക്കെ സൊമാലിയ, അതായത് പൈറേറ്റ്സ് ഓഫ് സൊമാലിയ എന്ന് അറിയപ്പെടുന്ന ഒരു വിഭാഗം. നമുക്കറിയാം സൊമാലിയൻ കടൽ കൊള്ളക്കാർ നമ്മൾ കൊച്ചിയിലെ പോലെ ടിവിയിലും അതുപോലെ വായിച്ചു ഒരു ദാക്ഷിണ്യം ഇല്ലാത്തവരാണ് പൈറേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഭയങ്കര കക്ഷികളാണ് ഇവരെ. നമ്മൾ കടലിലൂടെ പോകുമ്പോൾ അവരുടെ ഒരു തലയോട്ടിയുള്ള ഒരു പതാക കണ്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. കാരണം പിന്നെ ഒരു മരണം ഉറപ്പാണ് അങ്ങനെയുള്ളവർ. അവിടെ നിന്നാണ് ഇത്രയും സാഹസികമായി ഇവരെ രക്ഷിച്ചെടുത്തത്. അത് ചെറിയ കാര്യമല്ല, തീർച്ചയായും. ഈ നമ്മൾ സോമാലിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പൊതുവെ എപ്പോഴും നമ്മൾ പറയാറുള്ളത് ദാരിദ്ര്യത്തിൻ്റെ ഒരു സിമ്പിളായിട്ടാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. നീ സോമാലിയക്കാരനാണെന്നൊക്കെ ചോദിക്കുന്ന ആൾ കളിയൊക്കെ വെച്ച്. പക്ഷേ സോമാലിയയിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അവിടുത്തെ ഹീറോമാരെന്ന് പറഞ്ഞാൽ ഈ കള്ളക്കൊള്ളക്കാരന്മാരാണ്, പരിവേഷമാണ്, കൊള്ള നടത്തുന്നവരാണ്. അവിടുത്തെ കല്യാണം കഴിക്കാൻ പെണ്ണിട്ടുണ്ടെങ്കിൽ അവൻ വലിയ കൊള്ളക്കാരനായിരിക്കുന്നതാണ്. കാരണം മൃഗീയമായിട്ടുള്ള പീഡനങ്ങളാണ് അവർ നടത്തുന്നത്. നമുക്ക് ചില സിനിമകളിൽ കണ്ടാൽ ഇപ്പം മറിയൻ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരൊക്കെ ഒരു ദാക്ഷിണ്യം കാണില്ല, കിട്ടുന്നവരെ പരമാവധി കൊല്ലാതെ തന്നെ കൊല്ലുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്യും. പിന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ അങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. അവിടെ നിന്നാണ് ഇവരെ രക്ഷിച്ചെടുത്തത്. കാരണം എനിക്കൊന്ന് ഇവരല്ലാത്തവരുമല്ല. കാരണം ഈ ഇന്ത്യൻ യൂണിറ്റ് രക്ഷാപ്രവർത്തനം എത്തിയപ്പോൾ തന്നെ ഇവരെ സ്ഥലം വിട്ടു. അവർക്ക് മനസ്സിലായി, അതെ, ഇവർക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഇവർക്ക് കടലിൽ നിൽക്കുന്നുണ്ട് തന്നെ അവിടുത്തെ ശക്തികളാരും ദുർബലരാണെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചില ചിഹ്നങ്ങളായിരിക്കും ചിലപ്പോൾ അവർ നടത്തുന്ന ഒരു രീതി. ഇപ്പൊ നമ്മൾ നടത്തിയ ഇപ്പൊ സ്പീഡ് ബോട്ടുകളിൽ കുതിച്ചെത്തിയാണ് ഇവരെത്തി. ആദ്യം ഒരു നിർദ്ദേശം നൽകി, അപ്പൊ തന്നെ ഇവർ ഏകദേശം ഒന്ന് സെറ്റായി. ഇതിൽ നിന്നാൽ ശരിയാവില്ല, നമ്മളെക്കാൾ നമ്മുടെ അപ്പന്മാരായിട്ട് ഒരു ഉമ്മാരെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവര് ആ സ്പോട്ടിനെ വിട്ടത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ ഹൂതി മുതലുള്ള 3 ബോട്ടുകൾ അമേരിക്കൻ വ്യോമസേന വെടിവെച്ചിടുകയും ചെയ്തിരുന്നു, വെടിവെച്ച് താഴ്ത്തി എല്ലാം. അപ്പൊ അതുപോലെ ഇന്ത്യൻ നാവികസേനയ്ക്ക് അതൊക്കെ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത്, അതായത് ഈ ചെങ്കടലിലും ഈ പശ്ചിമേഷ്യ ഒട്ടാകെ ഇപ്പോൾ ഈ ഒരു യുദ്ധം പടരുന്ന അവസ്ഥയാണ്. അതായത് ഇസ്രായേലിനെതിരെ ഇവര് ഇപ്പം മറ്റേ അറബ് രാജ്യങ്ങളൊക്കെ ഒന്നിച്ച്, അതുപോലെ തന്നെ ഹിസ്ബുള്ള അടക്കം ഇറാൻ അടക്കമുള്ളവരൊക്കെ ഹമാസിന് പിന്തുണയേറി വരുമ്പോൾ ഇസ്രായേൽ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പൊ ഏത് നിമിഷവും, കാരണം ഒരു തലവനെ കൂടെയാണ് അവരെ പ്രധാന ബുദ്ധികേന്ദ്രമായ അൽ-അരൂരിയൊക്കെ കൊന്ന ശേഷം, അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തികൾ ഒന്നിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ഏത് നിമിഷം അറ്റാക്ക് ഉണ്ടാവാം എന്നുള്ള രീതിയിൽ വന്ന് ഇറാനും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ അമേരിക്ക പോലുള്ള വൻ ശക്തികൾ ഇടപെടും. ആ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഇപ്പൊ ഇന്ത്യയുടെ നിലപാട് അറിയാം നമുക്ക്. കാരണം തീവ്രവാദത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കില്ല.
അതുകൊണ്ട് തന്നെ അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇറങ്ങും. അപ്പൊ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് സംഭാവന ഉണ്ടാവും, അതിനുള്ള ഉത്തരം കൂടെ ഉണ്ടായത്. ഇന്ത്യ അത്രയും ചെറുതല്ല, കാരണം നമുക്ക് എഴുതിത്തള്ളാൻ പറ്റില്ല. കാരണം അമേരിക്കയോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരയിലെ ശക്തി പോലെ തന്നെ കടലിലെ ശക്തിയെ കുറിച്ച് നമുക്ക് ഇതിലൂടെ മാത്രമല്ല നമുക്കതിൽ അഭിമാനകരമായ ഒരു കാര്യം കൂടെ ഉണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ത്യയുടെ കരസേനാ മേധാവി തിരുവനന്തപുരത്തുകാരനാണ് ഹരികുമാർ, അഡ്മിറൽ ഹരികുമാർ. നമുക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യമാണ്. നമ്മുടെ മലയാളി ആണ് ഇന്ത്യൻ നാവികസേന നയിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമ്മൾ ഈ ലോകത്ത് ഈ എല്ലാ തലങ്ങളിലും നമ്മൾ പ്രതിരോധ മേഖലയിലാണെങ്കിലും ബഹിരാകാശ മേഖലയിലാണെങ്കിലൊക്കെ തന്നെ നമ്മൾ ഒന്നാമത് തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പണ്ടത്തെ കാലത്തായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ വാർത്ത നമ്മൾ ഇന്നലെ കണ്ട് നമ്മൾ വാർത്തയെ കൊടുത്ത് സത്യത്തിൽ ഈ നമുക്ക് ഇന്ത്യക്ക് നേടിയ ഈ ഒരു വലിയ വിജയത്തിൽ നമുക്ക് ഈ സന്തോഷം തോന്നുമ്പോൾ പോലെ എനിക്ക് വേറെ വലിയൊരു വിഷമം തോന്നിയൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞിടാ, നമ്മുടെ കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ പണ്ടൊരു കപ്പലുണ്ടായിരുന്നു MV കൈരളി എന്ന് പറയുന്നത്. അത് ഇരുമ്പയിൽ കയറ്റാൻ വേണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അവിടെ പോയതാണ് അത്. പക്ഷേ ആ കപ്പൽ അപ്രത്യക്ഷമായി. ആ കപ്പൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇനി കപ്പൽ തിരിച്ചെത്തിയിട്ടില്ല. അതിനെക്കുറിച്ചൊരു വാർത്ത അല്ല, അത് സംഭവിച്ചു, ഒന്നുമില്ല, എവിടെയോ പോയത് അത് സമയത്ത്. അതല്ല, പക്ഷേ ഇന്നാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. മിക്കവാറും അത് കടൽക്കൊള്ളക്കാർ തട്ടിയെടുത്ത് അത് കൊണ്ടുപോയി ഇരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം അന്നത്തെ സാങ്കേതിക പരിമിതികളെക്കുറിച്ച് നമുക്കറിയാം. അത്ര അതിലെല്ലാ ജീവനക്കാരും മലയാളികളായിരുന്നു. കപ്പലിലെ ക്യാപ്റ്റൻ, അതിലെ ജീവനക്കാർ, തിരുവനന്തപുരത്തൊക്കെയുള്ള പല ആളുകളും ജീവനക്കാരുണ്ടായിരുന്നു. വേറെ ദുഃഖകരമായ കാര്യം, പലപ്പോഴും പലരും അത് എഴുതാറുള്ളതാണ്, ഇതിൽ ചില കൊച്ചുകുട്ടികളുണ്ടായിരുന്നു, ഇവരുടെ കുടുംബാംഗങ്ങൾ ചെറുക്കപ്പനാണ്, അവർ യാത്ര പോയതുപോലെ പോയപ്പോൾ കൊച്ചുകുട്ടികളെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ഈ കുട്ടികളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു 10-50 വയസ്സൊക്കെ ഉള്ള ആളുകളായി വളർന്നേനെ. ഇത്രയും വർഷമായില്ലേ. അപ്പോൾ ഇതൊരു വല്ലാത്ത വേദനയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്. കാരണം ഒരുപക്ഷെ അന്ന് കടലിൽ വെച്ച് ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവം നടന്നിരിക്കാം. ഇതുപോലെ സിഗ്നൽ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് അടിയന്തരമായി നാവികസേനയ്ക്ക് എത്തി അവിടെ രക്ഷിക്കാനോ എന്നുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിരിക്കില്ല എന്നാണ് തോന്നുന്നത്. കാരണം കപ്പലിൽ എന്തെങ്കിലും അപകടം ഒരു സംഭവിച്ചിരുന്നെങ്കിൽ പോലും അറിയാനുള്ള രീതി അന്നുമുണ്ട്. പക്ഷേ ഇതെന്താണ് സംഭവിച്ചത്, കപ്പൽ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അതൊരു വല്ലാത്ത മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര ഒരു വലിയ വേദന ഉണ്ടാക്കുന്നൊരു കാര്യമാണ് MV കൈരളിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത്. കേരള ഷിപ്പിംഗ് കോർപ്പറേഷൻ ആദ്യമായി ഒരുപക്ഷെ അവസാനമായി വാങ്ങിയ കപ്പൽ MV കൈരളി. വേറെ ലോകത്താണെങ്കിലും അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അന്നൊക്കെ അന്നിങ്ങനെ ഈ ഒരുപാട് കഥകൾ വരുമായിരുന്നു. ഈ കപ്പൽ വേറെ എവിടെ ഉണ്ട്, അവിടുത്തെ ആളവിടെ ഏതോ ഒരു വിദൂരമായ ഐലൻഡിൽ അടുത്തിട്ട് അവിടെ ജീവിക്കുന്നു. അല്ല, അതൊക്കെ നമുക്ക് സിനിമയിലും കഥകളിലൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു പരിധിക്കപ്പുറം അങ്ങനെയൊന്നും ഒരിക്കലും സാധിക്കില്ല. ഇന്നായിരുന്നു. അതെ 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 മലേഷ്യ എയർലൈൻസ് പോകാൻ അതിനോട് എന്ത് വരുന്നു ഇന്നും നമുക്കറിയില്ല. അതിവിടെ പോയി മറഞ്ഞു എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ അതുപോലെ ഈ കൈരളിയുടെ അപ്രത്യക്ഷമാകൽ വലിയ ദുരൂഹതയായി ഇന്ന് നമ്മുടെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഇന്നായിരുന്നെങ്കിൽ സംഭവിക്കില്ല, ഉറപ്പാണത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു മെസ്സേജ് അയക്കാനും ഓടിയെത്തി. ഇപ്പോൾ നമ്മുടെ ഈ കടൽ എന്ന് പറയുന്ന ആ മേഖല എല്ലാ പ്രധാനപ്പെട്ട തീരങ്ങളിലും കടലൊക്കെ തന്നെ നമ്മളെല്ലാവരും പ്രധാന നാവികസേനയെ വിന്യസിച്ചിട്ടുണ്ട്. അമേരിക്ക, ഇന്ത്യയൊക്കെ പോലുള്ള രാജ്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ 4 യുദ്ധക്കപ്പലാണ് ഇന്ത്യ അറബിക്കടലിൽ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ പെട്ടെന്ന് അവർക്ക് നേരിടാൻ പറ്റും. ഇപ്പോൾ തന്നെ ഈ അമേരിക്കയുടെ പ്രധാനപ്പെട്ട കപ്പലുകളൊക്കെ തന്നെ ചെങ്കടലിൽ ഉള്ളത്, അതിപ്പോൾ ഹൂതി മുതൽക്ക് ഭീഷണിയാണ്. അവരിപ്പം ഏതാണ്ട് ഈ ഹമാസിനെ സഹായിക്കാൻ ഇറങ്ങി ഹൂതി മുതൽ മറ്റേ ഹിസ്ബുള്ളയിലേക്ക് പണി വാങ്ങിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പം അവരെയും കൂടെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇസ്രായേലും അമേരിക്കയെല്ലാം. ഇനിയിപ്പോ അടുത്ത ചോദ്യം ലെബനനും ഇറാനും ഒക്കെ എന്തായിരിക്കും, സിറിയ അങ്ങനത്തെ കുറച്ച്. കാരണം ഇവരെ ഈ എന്താ പറയാനാണ് ഈ മണ്ടത്തരങ്ങൾ കൊണ്ട് വാങ്ങിച്ചു കൂട്ടുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് എന്താണ് പതുങ്ങി നിൽക്കേണ്ടടുത്ത് അങ്ങനെ നിന്നെ ചിലയിടത്ത് പറയും, പതുങ്ങി നിൽക്കേണ്ടടുത്ത് പതുങ്ങി നിൽക്കുക, അതേപോലെ തന്നെ തിരിച്ചടിക്കേണ്ടത് തിരിച്ചടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഒരു എന്താ പറയുക ബുദ്ധിവൈഭവം കൂടെ ഇതിനകത്ത് വരുത്തണം. അല്ലാണ്ട് കായികമായി അല്ല. ഇത് എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഈ ഇറാനാണ് ഇവരെല്ലാം സഹായിക്കുന്നത്. ഇറാൻ ആവശ്യം പോലെ കാശുണ്ട്. കാരണം അവർ ഈ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന രാജ്യമാണ്, അവർ പൈസയുണ്ട്. അതുകൊണ്ട് തീവ്രവാദിക്കെല്ലാം നിങ്ങളെല്ലാം കുറേശ്ശെ വെച്ചോന്ന് പറഞ്ഞ് കൊടുക്കും. പക്ഷേ എന്നിട്ട് തങ്ങളുടെ ശത്രുക്കൾക്ക് നേരെ ഇവർ തിരിച്ചു വിടുകയും ചെയ്യും. ഇന്ന് വന്ന ഏറ്റവും പുതിയൊരു വാർത്ത BBC-യിലൊക്കെ ഉള്ള ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ വന്നൊരു വാർത്ത, അമേരിക്ക ഈ ഹമാസിന് ഫണ്ട് ചെയ്യുന്ന 5 പേരുടെ പേരും വിവരങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. വലിയ ശതകോടീശ്വരന്മാരാണ് ഈ ആശാന്മാർ, ഹമാസിന് ഫണ്ട് ചെയ്യുന്നവർ. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർക്ക് $10 മില്യൺ ഇനാം. ഇവരെക്കുറിച്ച് വിവരം അറിയിച്ചാൽ അവരെ എവിടെ കാണുമെന്ന് അറിയിച്ചാൽ. ഇതിൽ ഒരാൾ 20 ബില്യനാണ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് ഹമാസിന്. ഇയാൾ സുഡാനിലോ മറ്റാണ് താമസിക്കുന്നത്. ഈ മറ്റുള്ള ഈ ബാക്കി 4 പേര് തുർക്കിയിലാണ്. തുർക്കി ഖത്തറൊക്കെയാണല്ലോ ഇവരെ സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരുപക്ഷെ ഈ ഇസ്രായേൽ ഈ അവിടെ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായാലും ഇതിന് പിന്നാലെയാണെന്ന് തോന്നി കടലിലേക്ക് ഇത്രയും ഇപ്പോൾ ഈ ഒരു വല്ലാത്ത സമ്മർദ്ദമുള്ള ഒരു സാഹചര്യം എത്തിച്ചേർന്നെന്ന് നമുക്ക് കരുതാം. അതെ. അപ്പോൾ
കടലിൽ ഇനി നമുക്ക് എത്രത്തോളം സുരക്ഷ ഉണ്ടെന്നുള്ള ഒരു ഭീതി നമുക്കും ഉണ്ടാവും. കാരണം നമുക്ക് കര പേടിക്കേണ്ടതില്ല. മാത്രമല്ല ഈ കടലിലാണെങ്കിൽ പോലും ഇവർക്ക് എല്ലാതരം പരിശീലനവും ഇപ്പോൾ കൊടുക്കുന്നത്. നമ്മുടെ ഇന്നൊരു ഇത് മാത്രമല്ല, കടൽ മാർഗമാണെങ്കിൽ അവിടെ ഉള്ള മാത്രം പരിശീലനം എല്ലാവർക്കും ലഭിക്കുന്നത്, പ്രത്യേക പരിശീലനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏത് ഘട്ടത്തിലും നമുക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ തന്നെ മാർക്കോസ് യൂണിറ്റിന്റെ ഒരു ഗുണം അതാണ്. കാരണം അവരുടെ പരിശീലന രീതികൾ, പരിശീലന മുറകൾ, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തെയും അതിജീവിക്കാനുള്ള പ്രത്യേക കരുത്ത്, അത് അങ്ങനെയുള്ള രീതികളിലാണ് അവരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആത്മവിശ്വാസമാണ്. അത് വല്ലാത്തൊരു ഇത് എന്താ പറയുക, വല്ലാത്തൊരു സംവിധാനമാണ്, ഒരു പ്രോസസ്സാണ് അവർ കൊണ്ടുവരുന്നത് ആ രീതിയിൽ. അപ്പൊ തന്നെ ഇവരെ ഈ രക്ഷിച്ചത് നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു അഭിമാനപരമായിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. തീർച്ചയായും. കാരണം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ ലോകത്ത് വലിയ ശക്തി തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിലൊന്നും. ഇതൊക്കെ നമുക്ക് പണ്ട് സങ്കല്പിക്കാൻ കഴിയുമായിരുന്നോ? അല്ലെ, നമ്മൾ ഇത്തരത്തിൽ നമ്മൾ അവിടെ അറബിക്കടലിൽ സോമാലിയൻ തീരത്തൊരു പ്രശ്നം ഉണ്ടായാലും ഇന്ത്യൻ കപ്പലെത്തി അവരൊക്കെ തുരത്തി ഓടിക്കുക. അപ്പം ഫലത്തിൽ ഇപ്പം നമുക്കവിടെ ഒരു ആധിപത്യം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സോമാലിയക്കാരിനെ കുറേ വർഷങ്ങളായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം അവിടെ ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ കാവലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇറങ്ങിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കി അവർ മിണ്ടാണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ അമേരിക്കൻ കപ്പലുകൾ അങ്ങോട്ട് പോയത്, ചെങ്കടലിലേക്ക് പോയത്. ജെറാൾഡ് ഫോർഡ് എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കപ്പലുകളുണ്ട്, അമേരിക്ക വലിയ യുദ്ധ കപ്പലുകൾ. ആ സന്ദർഭം നോക്കിയാണ് ഇവർ പതുക്കെ ഇങ്ങോട്ടൊന്ന് കയറാൻ നോക്കിയത്. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ ഒരു കപ്പലിന് ആക്രമണം നടത്തിയിരുന്നു. അത് ഹൂതി മുതലാണോ ഇവരാണോ എന്നുള്ള അറിയില്ല. പക്ഷേ ആ കപ്പലിന് കേടുപാട് പറ്റിയെങ്കിൽ അതിന് വേറെ യാത്രയ്ക്കാൻ തടസ്സം വന്നില്ല. അത് ഇന്ത്യയിലേക്ക് വരെ വരുന്ന കപ്പലായിരുന്നു. ഈ നമ്മൾ ഇന്നലെ പേടിച്ച അതുപോലെ തന്നെ INS-10 പോലുള്ള നമുക്കുമുണ്ട് നല്ല കരുത്തായിട്ടുള്ള. അതിനകത്ത് തന്നെ ഇവർക്ക് വേണ്ടിയാണ്, അതായത് ആന്റി പൈററ്റ്സിന് വേണ്ടി സജ്ജീകരിച്ചുള്ള ഒരു കപ്പലാണ്. അതിനകത്ത് തന്നെ സൂപ്പർസോണിക് വിമാനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും, അന്തർവാഹിനികളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അങ്ങനെ വലിയ രീതിയിൽ, കാരണം അത് കണ്ടാൽ തന്നെ ചിലപ്പോൾ പേടിച്ചു പോകും. കാരണം അവർക്ക് ചിലപ്പോൾ ജീവനിൽ കൊതി കാണും. കാരണം അവർക്ക് ഇന്ന് ഇത് വിട്ട് ചിലപ്പോൾ ഇനിയും ജീവിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇന്നലെ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇന്നലെ കണ്ടതിനെ കണ്ട് വലിയൊരു യുദ്ധം നടന്നേനെ. അവരായിട്ട് തന്നെ പിന്തിരിഞ്ഞു പോയതുകൊണ്ട് ആ രീതിയിൽ വന്നു. കാരണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ചിലപ്പോൾ രണ്ടു ഭാഗത്തും ജീവനുകൾ നഷ്ടമായേക്കാം. പക്ഷെ ഇന്ത്യ ഒന്നുകൂടെ എന്താ പറയാനാണ്, ഈ കാണുന്ന രീതിയിൽ അല്ലാതെ വേറെ രീതിയിൽ ആക്രമിക്കുന്ന രീതിയിൽ കാണാൻ പറ്റും. അതെ. മാത്രമല്ല ഈ കപ്പലിലെ ജീവനക്കാർ രക്ഷപ്പെട്ടത് തന്നെ ഈ കപ്പലിൽ സ്ട്രോങ് റൂം ഉണ്ട് പോലും. സ്ട്രോങ് റൂമിൽ അപ്പോൾ ഇവരകത്ത് കയറി കഥ കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ തുറക്കാൻ പറ്റില്ല എന്നാണത്. അപ്പോൾ അതുകൊണ്ട് അത് രക്ഷയായി, അത് വലിയ കാര്യമായി. ഒരുപക്ഷെ ഈ സോമാലിയൻ കടക്കുള്ളക്കാർക്ക് ഇതൊന്നും ഉള്ളവർ അറിഞ്ഞുകൂടായിരിക്കും. ഒരുപക്ഷെ കുറേ വർഷങ്ങളിൽ പണിയില്ലായിരുന്നുകൊണ്ട് പുതിയ സംവിധാനങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ ഇത് പറയില്ല, ഇപ്പോൾ ഓരോ കപ്പൽ നിർമ്മിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ ഒരാൾക്ക് പരിശീലനം കൊടുക്കുമ്പോൾ പോലും അത് എങ്ങനെയൊക്കെ ഒരു രണ്ടാമത്തെ ഇതും കൂടെ കൊടുക്കും. ഏതൊക്കെ രീതിയിൽ പോയി കഴിഞ്ഞാൽ മറ്റേ എതിരാളികൾക്ക് അറിയാതിരിക്കാൻ പറ്റും. അതീവ രഹസ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു പ്രത്യേകത ആയിരിക്കും. ചിലപ്പോൾ അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒഫീഷ്യൽസിന് പോലും അറിയില്ല. ഈ കമാൻഡോകൾക്ക് മാത്രമേ പ്രത്യേക രീതിയിലുള്ള പരിശീലനം അല്ലെങ്കിൽ തന്നെ എങ്ങനെയൊക്കെ ഇതിനകത്ത് ഓൾട്ടർനേറ്റീവായിട്ട് കടന്നുകൂടാം, അങ്ങനെയുള്ള രീതിയിലാണ് ഇവർ പരിശീലനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവർക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ ഒരു കപ്പൽ വേറെ ആരും ഇല്ലെന്ന് തോന്നും. പക്ഷെ അത് അങ്ങനെ അല്ല, ആ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ്. ഞാൻ ഇതുവരെ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. അല്ല, മാത്രമല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു അത്ഭുതകരമായ കാര്യം, ഇവർ സ്പീഡ് ബോട്ടിൽ വരുന്നു, ഇവരെങ്ങനെ കപ്പലിൽ ചാടി കയറുന്നത് എന്നുള്ളതാണ്. കപ്പലും ഓടുന്നത് കപ്പൽ സഞ്ചരിക്കുകയാണല്ലോ, ഈ സ്പീഡ് ബോട്ടിൽ നിന്ന് എങ്ങനെയാണ് ഈ കൊള്ളക്കാർ ഇതിലേക്ക് കയറുന്നത് എന്നുള്ളത് വലിയ അത്ഭുതകരമായ കാര്യമാണ്. അവർ അതിനൊക്കെ പ്രത്യേക പരിശീലനം കിട്ടിയവരായിരിക്കാം. മാത്രമല്ല അവർ ചെറിയ കപ്പലല്ല, ഇവർക്ക് ഹൈജാക്ക് ചെയ്യാൻ കഴിവുള്ളത് ഏറ്റവും വമ്പൻ കപ്പലുകളെ പോലും ഹൈജാക്ക് ചെയ്തിട്ടുള്ളവരാണ്. എത്രയോ പേരെ കൊണ്ടിട്ടുണ്ട് അങ്ങനെ നിഷ്ഠൂരമായ, അത്രയും കുറേ പേരെ കൊണ്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും തലവേദനയാണ്. കാരണം സൊമാലിയൻ ഇതുപോലെ കടൽക്കൊള്ളക്കാരെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിലെ ഏറ്റവും വമ്പന്മാരായിട്ടുള്ള നാവികസേന പോലും പേടിക്കും ഇന്ന്. കാരണം അവർ എന്താണ് ചെയ്യുന്നത്, എന്താണ് കൊണ്ടുപോകുന്നത് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അവരുടെ രീതി അങ്ങനെയാണ്. ഇവരുടെ തട്ടിയെടുത്ത് ഒരുപാട് കപ്പലുകൾ അവിടെ കിടന്ന് തുരുമ്പെടുത്ത് നശിച്ചിട്ടുണ്ട്. ഇവർ തട്ടിക്കൊണ്ട് പോയിട്ട് ജീവനക്കാരെ വിളിച്ച് വെച്ചിട്ട് ഈ കപ്പൽ പിന്നെ അവർക്ക് എന്തെങ്കിലും അറിയില്ല. ഇതിൻ്റെ കപ്പലിൻ്റെ ഉടമസ്ഥന്മാർ പിന്നെ തിരിഞ്ഞു നോക്കാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് കേട്ടത്. അവരുടെ എന്താ പറയുക, അവരെ പട്ടിണിയിൽ നിന്നാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിന്റെ വില അറിയാം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും, ഏത് രീതിയിലും പോരാടും. അവർക്ക് വിശപ്പ് ഉണ്ടാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനെ അതിന് വേണ്ടി. അതുപോലെ തന്നെ അത് പിന്നീട് വന്നപ്പോഴത്തേക്കും അതൊരു ആത്മാഭിമാനത്തിന്റെ പ്രശ്നമായി. കാരണം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ചെയ്ത ഒരു ഹീറോ പരിവേഷം. അവരുടെ വിചാരം അവരുടെ ചുരുങ്ങിയ ലോകത്തിൽ അവർ ലോകത്തിലെ ഏറ്റവും വലിയ ആൾക്കാരാണെന്നാണ് അവരുടെ വിചാരം, അവരുടെ ഒരു വ്യൂ പോയിന്റിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ പറയില്ലേ ഇപ്പം. പക്ഷെ ഇതിന് പുറത്തൊരു ലോകമുണ്ട്. അത് മനസ്സിലാക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഇവര് കൈയും കാലോട്ട് അടിച്ച് എസ്കേപ്പ് ആയി പോകുന്നത്. ഇപ്പൊ നടന്നതാണ്. അതുകൊണ്ടാണ് ഇതൊരു ഉദാഹരണമായിട്ട് എടുക്കാതെ. അല്ല, മാത്രമല്ല നമ്മൾ ലോകത്തെ വലിയൊരു സൈനിക ശക്തി തന്നെയാണ് ഇന്ത്യ. നമ്മളെല്ലാ തലങ്ങളിലും നമ്മൾ സൈനിക ശക്തി തന്നെയാണ്. വ്യോമസേന ആകട്ടെ, കരസേന ആകട്ടെ, എല്ലാം തന്നെ. ഇപ്പോൾ നമുക്ക് തന്നെ തൊട്ടടുത്ത് മാലദ്വീപിൽ പണ്ട് അവിടെ പട്ടാള വിപ്ലവം നടന്നപ്പോൾ ഇന്ത്യൻ സൈന്യം ഇടപെട്ടല്ലോ. അന്ന് നമ്മൾ ഇടപെട്ടാണ് അവിടുത്തെ അന്നത്തെ മാമൻ അബ്ദുൽ ഗയൂബിനാണെന്ന് തോന്നുന്നു പ്രസിഡന്റ്, അദ്ദേഹമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർക്കൊന്നും അപകടം കൂടാതെ രക്ഷപ്പെടുത്തിയ ഇന്ത്യൻ സൈന്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ സൈന്യം ഇപ്പോഴും അവിടെ കാവലുണ്ടായിരുന്നു. പക്ഷേ പുതിയതായിട്ട് വന്ന
ഭാരത സർക്കാരാകട്ടെ ചൈനയുടെ നോമിനികളാണ്, ഡമ്മികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് ഇന്ത്യൻ സൈന്യം അവിടെ വിട്ടു പോകണമെന്നാണ്. ഈ ചൈനക്കാരെ വിശ്വസിച്ച് ഏതൊക്കെ രാജ്യക്കാർ ചെയ്തിട്ടുണ്ടോ അവർക്കെല്ലാം അവസാനം പണി കിട്ടിയിട്ടുണ്ട്. അത് ശ്രീലങ്കയാണ് എൻ്റെ ഏറ്റവും അവസാനത്തെ ധാരണ. പിന്നെ മാലദ്വീപുകാർക്ക് എന്താണ് ഇങ്ങനെ ഒരു ചിന്തയൊന്നും അറിയില്ല. ഒരുപക്ഷെ ചൈനയിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ എല്ലാവർക്കും ഈ നമ്മുടെ നാട്ടിൽ ചില ആളുകളിൽ നിന്ന് ചില വലിയ ബ്ലഡ് മണികളുണ്ട്. ഇവിടുന്ന് കടം വാങ്ങിക്കാൻ നമ്മൾ പോയാൽ അവസാനം നമ്മൾ പലിശയും മുതലൊന്നും കൊടുക്കാൻ ഗതിയില്ല. നമ്മൾ ഏത് സ്ഥാപനം തുടങ്ങാനാണോ ഈ ഇവരിൽ നിന്ന് കടം വാങ്ങിച്ചത് ഈ സ്ഥാപനം എഴുതി കൊടുക്കേണ്ടി വരുമെന്ന് പറയും. അപ്പോൾ അത് ഈ പണ്ട് മലയാള സിനിമയിൽ ചില ഈ ഫിനാൻസിയേഴ്സ് ഉണ്ടായിരുന്നെന്ന് പറയും. ഇവർ സിനിമയ്ക്ക് കടം കൊടുക്കും, സിനിമ നിർമ്മിക്കാൻ കടം കൊടുക്കും, എത്ര വേണമെങ്കിലും കടം കൊടുക്കും. പക്ഷേ നേറ്റീവ് റേറ്റ് ആയിരിക്കും വാങ്ങിച്ച് വെച്ചിരിക്കും. അങ്ങനെ കുറേ കഴിയുമ്പോൾ ഒന്നും രക്ഷയും കാണില്ല. എല്ലാം ഈ പൈസ ഈ കടം കൊടുത്ത ആളിന് എഴുതി കൊടുക്കേണ്ടി വരും. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ഇത്രയും വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. പക്ഷേ ഇതിനിടയിൽ നമുക്ക് ചെറിയ ചെറിയ വിഷമങ്ങളുള്ളൊരു കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിൻ്റെ നേട്ടം അതായത് നമ്മുടെ ഈ സൈന്യം നേടിയതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും മറ്റു ചിലർ ഇതിനകത്ത് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കുത്തിക്കയറ്റി അത് നമുക്കറിയാലോ, ഒരു നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവരെ കീഴിലായതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ കുറേ വിമർശിക്കുന്നവരുണ്ട്. ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് രാജ്യദ്രോഹമായിട്ടുള്ള രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല. കേന്ദ്രം ആര് ഭരിച്ചാലും അത് ഇന്ത്യ സർക്കാരാണ്, അതാണ് വേണ്ടത്. കാരണം അവിടെ ഇപ്പം നമ്മൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തതിനിടയ്ക്ക് ഒരിക്കൽ പോലും നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് അതുകൊണ്ടൊന്നും പറയില്ല. നമ്മളിവിടെ പുകഴ്ത്തിയത് അത്രയും ഇന്ത്യൻ നേവി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെയും അതിനെ വളച്ചു തിരിച്ചു കൊണ്ടുവന്ന് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് അതിനെ ഇത് ആർക്കായാലും പറ്റും അത് പറയണ്ട. നമ്മൾ മറ്റേ ഇദ്ദേഹം പറയുമ്പോൾ കാരണം ആന്റണി രാജു കഴിഞ്ഞ വർഷം പറയുമ്പോൾ തന്നെ ഗാലറിയിൽ നിന്ന് കളി കാണുന്ന പോലെ അല്ല, ഇറങ്ങി തിരിച്ചാൽ. കാരണം ഇവരുടെ ഒരു ജീവിതം തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിനെ ഒഴുകി വെച്ചാണ്. കാരണം ഞാൻ നേരത്തെ പറയുന്നത് മാർക്കോസ് ഫോഴ്സിന്റെ യൂണിറ്റിന്റെ ഓരോ പരിശീലനം നമ്മൾ ഞെട്ടിക്കുന്നതാണ്. അതായത് ഉറക്കമില്ലാതെ എത്രയോ ദിവസങ്ങളാണ് അവർക്ക് പരിശീലനം തന്നെ. ഓരോ ഉറക്കമില്ലാതെ തന്നെ എത്രയോ ദിവസങ്ങൾ ചുറ്റും ഒരു പൊടി പോലും ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാതെ അതിജീവിക്കാനുള്ള ശേഷി ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും ഇടപെടാനുള്ളത്. ഇപ്പൊ ചിലപ്പോൾ ആയുധമൊന്നും കാണില്ല അവരുടെ കയ്യിൽ. അപ്പൊ കൈ കൊണ്ട് ആയിരിക്കും അവർ ആയുധം, കൈ ആയുധമാക്കും. വല്ല പിന്നെ പുല്ലു ആയുധം എന്ന് പറയുന്നത് കൈയും കുറുവടിയും കല്ലും എല്ലാം അവർ ആയുധങ്ങളാണ്. അപ്പൊ ആ രീതിയിലും അങ്ങനെയുള്ള രീതിയിലുള്ള പരിശീലനം അതൊക്കെ കഴിഞ്ഞാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ ഉറക്കമുള്ള കാവലാണ്. അതാണ് നമുക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ അവർ തിരിച്ചു കിട്ടിയത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാനിക്കണം. കാരണം അവരെടുക്കുന്ന കഷ്ടപ്പാട്, അവര് ഇങ്ങനെ കാവലാളായി നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്വസ്ഥമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. ആ ഒരു ചിന്ത അവരോട് വേണം. അത് സത്യമാണ്. നമ്മൾ നമ്മുടെ സൈനികരെ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേക കേരളത്തിൽ നമ്മൾ ആവശ്യത്തിന് ആദരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ഇല്ല. മാത്രമല്ല ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ എക്സ്മിലിറ്ററിക്കാരെന്ന് പറഞ്ഞാൽ അവൻ കള്ളം പറയാണ്, ഇയാൾ മറ്റേ ഉണ്ടായില്ല വെടിവെക്കുകയാണെന്ന് പറഞ്ഞ ആൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യർ രാത്രി ഉറക്കമുളച്ച പോലെ തിരുന്നുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. വെറും സ്ഥലത്തല്ല, സിയാച്ചിൻ പോലുള്ള സ്ഥലത്ത് മനുഷ്യൻ്റെ രക്തം പറഞ്ഞ് കട്ടിയാകുമ്പോൾ തണുപ്പുള്ള സ്ഥലത്ത് ഇവർ രാത്രി കാവലിരിക്കുകയാണ്. മാത്രമല്ല ഇയാളെ കണ്ണൊന്ന് തെറ്റിയാൽ കയറാൻ കണക്കാക്കി തീവ്രവാദിയും അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അവരെത്ര കൃത്യമായിട്ട് അവരവരുടെ ജോലി നിർവഹിക്കുന്നു. അപ്പോൾ നമുക്കൊരു പക്ഷേ എനിക്ക് ഭയങ്കര തോന്നിയിട്ടുള്ളത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത് വലിയൊരു അഭിമാനമാണ്. തമിഴ്നാട്ടിൽ ഏതൊരു ഗ്രാമമുണ്ട്, അതിന് പേര് ഞാൻ പറഞ്ഞത്. അവിടെ ഓരോ വീട്ടിലും ഒരാൾ സൈനികനാണ്, ഒരാൾ സൈന്യത്തിൽ പോകും, ബാക്കി എന്ത് ജോലിക്കായാലും. അപ്പോൾ അത് അവർക്കൊരു അഭിമാനം തന്നെയാണ് ഒരാൾ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുക. നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ രക്തസാക്ഷികളാണ് ആഘോഷിക്കപ്പെടുന്നതിന്റെ അത്ര ഇവിടെ വീരമൃത്യു വരിച്ച ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, ഹർഷൻ പോലുള്ള എത്രയോ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ജെറി പ്രേംരാജ്, അങ്ങനെ ഇഷ്ടം പോലെ പേരാണ് നമുക്ക് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി അവർ വീരമൃത്യു വരിച്ചവർ. അവർക്ക് വേണ്ടി എത്ര പേര് ഈ എന്താ പറയുക, ഈ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ അവര് ഓരോ നഗരമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആരെങ്കിലും ഇവിടെ ശബ്ദിച്ചിട്ടുണ്ടോ? അവരെത്ര പേർക്ക് അറിയാം ഇവിടെ. ഇവിടെ അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം തന്നെ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഒരു സിനിമ ഞാൻ കണ്ടായിരുന്നു, 2023 ഇറങ്ങിയത് മേജർ എന്ന് പറഞ്ഞ സിനിമ. അതിനകത്ത് തന്നെ ഈ മുംബൈ അറ്റാക്കിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച അദ്ദേഹമാണ് മേജർ. ആ സിനിമയൊക്കെ ഇവിടെയുള്ളവർ എത്ര ഏറ്റെടുത്തത്, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അത് ഏറ്റെടുത്തത് ഇരു കൈ ഇത് നീട്ടിയാണ് അവർ സ്വീകരിച്ചത്. ഒരു മലയാളിയുടെ ഒരു സിനിമ അത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഹിറ്റായിട്ടും കേരളത്തിൽ ഇല്ലാതെ പോയതിന്റെ അവസ്ഥ കഷ്ടം തോന്നുകയാണ്. നമ്മൾ മറ്റുള്ളവൻ അംഗീകരിക്കില്ലല്ലോ, മലയാളിയുടെ അടിസ്ഥാന സ്വഭാവമാണ്, നമ്മൾ മറ്റുള്ളവൻ അംഗീകരിക്കില്ല. അതേസമയം നമുക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ പഞ്ചാബിലൊക്കെ തന്നെ ഈ സൈനികർക്ക് വലിയ ആദരവാണ് അവർ കൊടുക്കുന്നത്. കാരണം നമ്മുടെ രാജ്യം സംരക്ഷിക്കുന്നവരല്ലേ അവർ. അപ്പോൾ അത്ര ഒരു സന്ദർഭം പറയുമ്പോൾ ഇതിൽ രാഷ്ട്രീയമൊന്നും കാണരുത്, എല്ലാത്തിലും രാഷ്ട്രീയം കാണാൻ എനിക്കൊന്നും അത് കേരളത്തിലെ മാത്രമുള്ള രീതിയാണെന്ന് കേട്ടോ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്രയും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ആയാലും ശരി തന്നെ ഇപ്പം ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഇപ്പോൾ ദീപാവലി ദിവസങ്ങളായാലും അദ്ദേഹം അവരോടൊപ്പം ഒരു ദിവസം മാറ്റി വെക്കുകയാണ്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ വേണം ഒരു നമുക്ക് ഇപ്പോൾ അവരെ നമ്മൾ പരിഗണിക്കുന്നുണ്ട്. കാരണം അവരെ എനിക്കൊന്നും അവർക്ക് എല്ലായിടത്തും ചിലപ്പോൾ പരിഗണന കിട്ടിയെന്ന് വരില്ല. എല്ലായിടത്തും അവിടെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആള് തന്നെ ഇറങ്ങി
അവർക്കൊരു പ്രത്യേക ഒരു പരിഗണന കൊടുക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ തന്നെ അവർക്കും ഒരു ആത്മവിശ്വാസമാണ്. പിന്നെ അതുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം ഇപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നു ലോകത്തിന് മുന്നിൽ ഇപ്പൊ ഏറ്റവും കുതിച്ചുകൊണ്ടിരിക്കുന്ന സൈന്യം കൂടെയാണ്. അപ്പൊ എനിക്ക് വരുന്നുണ്ട് കരസേന, വ്യോമസേന, നാവികസേന എല്ലാം തന്നെ എവിടെ ഏത് രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിലെല്ലാം ഇടപെടാനുള്ള ഒരു ശക്തി നമുക്കുണ്ട്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. അന്ന് പണ്ട് ശ്രീലങ്കയിൽ തന്നെ വിഷയം ഉണ്ടായപ്പോൾ ഇന്ത്യൻ വ്യോമസേന அவங்க ചെന്നു, വ്യോമസേന, കരസേന എല്ലാം, നാവികസേന എല്ലാം അവിടെ ചെന്നിരുന്നു. അത് ശ്രീലങ്ക അനുമതി നിഷേധിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മളങ്ങ് ചെന്നു. നമ്മൾ ബലം പ്രയോഗിച്ചാണെങ്കിലും നമ്മൾ അവിടുത്തെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു അന്ന്. പിന്നീട് നമ്മുടെ സൈന്യത്തെ അയച്ചാൽ അത് രാഷ്ട്രീയപര തീരുമാനം, അത് ശരിയോ തെറ്റോ എന്നുള്ളത് പിന്നീട് മറ്റൊരു കാര്യം. പക്ഷേ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള ഏത് രാജ്യത്ത് സംഭവിച്ചാലും ഇന്ത്യ അക്കാര്യത്തിൽ അലർട്ടാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഏതായാലും അറബിക്കടലിൽ ഇത്തരം ഒരു സാന്നിധ്യം, നമ്മളെന്താണ് അറബിക്കടലിൻ്റെ സിംഹം എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ കുഞ്ഞാലി വരയ്ക്കാറൊക്കെ അറബിക്കടലിൻ്റെ സിംഹങ്ങളായിരുന്നവരാണല്ലോ. അപ്പോൾ അതുപോലെ നമ്മുടെ ഇന്ത്യൻ നാവികസേന ഗംഭീരമാണ്. അവരെ നമ്മൾ 3 സല്യൂട്ട് ചെയ്യണം സത്യത്തിൽ. അത് അല്ലാത്ത ഇതാണ്. നമുക്കിത് ഈ സത്യത്തിൽ ഈ വാർത്ത കാണുമ്പോൾ നമുക്ക് എന്തൊരു അഭിമാനമാണ് തോന്നുന്നത്. നമുക്കൊരു മനസ്സിന് ഇത്ര സന്തോഷമാണ് നമ്മൾ ഇവിടെ കീഴടക്കുക എന്നുള്ളത്. അതെ, ഇതിനകത്ത് തന്നെ ഞാൻ പറയില്ലേ, ഇപ്പം ഇന്ത്യക്കാർ ഇത്രയും പേരുണ്ടായിരുന്നു ഇവിടെ. എനിക്ക് കേരളത്തിലേക്ക് വീണ്ടും വരുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇതുമായിട്ട് യോജിച്ചോന്നറിയില്ല. ഇവിടെ ഈ ഹമാസിനും പലസ്തീനും അല്ലെങ്കിൽ തന്നെ എല്ലാ അറബ് രാഷ്ട്രങ്ങൾക്കും മറ്റ് ലോകത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വാചാലരാകുന്നത് കേരള സർക്കാരൊക്കെ ഇതിനെക്കുറിച്ചൊന്ന് പറയും. കാരണം ഇതിന് അഭിമാനപരമായിട്ടുള്ള കാര്യമില്ല. ദുരന്തം പറയാൻ വേണ്ടി മാത്രം വാർക്കണേ കണ്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ സംസ്ഥാന ഭരണാധികാരികൾ പറയണം, മുഖ്യമന്ത്രി ഉൾപ്പെടെ പറയണം നല്ല കാര്യമാണ് ചെയ്തത്. നമ്മുടെ കേരളത്തിലുള്ളവരെ പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയേണ്ടിയിരിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ പറയേണ്ടതാണ്. അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അല്ല, ഈ ഹമാസ് ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പോലും പറഞ്ഞ് 10 വോട്ട് കിട്ടാൻ വഴി തേടുന്നവർക്കിടയിലെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് എന്ത് വോട്ട് കിട്ടാമെന്ന് വിചാരിക്കും. ഇന്ത്യക്ക് ഒരു നേട്ടം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇനി അഥവാ ഇനി അതിന് ശരിയാണെന്ന് പറഞ്ഞാൽ അതാണ് എൻ്റെ വിഷയം. എന്നാൽ നീ സന്നാഹത്തിൻ്റെ സംഖ്യയാണെന്ന് പറഞ്ഞാൽ തീർന്നല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവരും ഇതാണ് അവനെ ഞാൻ സംഖ്യ അല്ലാതെ തെളിയിക്കാൻ എന്ത് മാർഗം എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും വിഡ്രോ ചെയ്തോണ്ടിരിക്കും. അതെ 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 ഇത് നമ്മളെ ഈ സത്യത്തിലേ നമ്മളെല്ലാത്തിനും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് വരണം. മലയാളിക്ക് എന്നാണ് ഇത് ഉണ്ടാവണമെന്ന് അറിയില്ല. കാരണം നമ്മൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നമ്മളെവിടെയോ നമ്മൾ വഴിയേറ്റി പോയി. നമ്മൾ മലയാളികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെന്നും അംഗീകരിച്ചിരുന്ന വലിയ മാറ്റങ്ങളൊക്കെ എപ്പോഴുണ്ടെന്നിട്ട് സ്വീകരിച്ചിരുന്നവരാണ് നമ്മൾ മലയാളികൾ. പക്ഷേ ഇപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെങ്കിലും ശരി, ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷം തന്നെയാണ്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. നമ്മൾ എല്ലാ മേഖലകളിലും, പ്രതിരോധത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ശക്തി തെളിയിച്ചിരിക്കുന്നു. നമ്മൾ ശരിക്കും നമ്മൾ അറബിക്കടലിലെ എന്നല്ല ഏത് കടലിലെയും നമ്മൾ ശക്തന്മാരാണ്. നമ്മൾ സുഖങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാർ, ഈ സമരക്കാർ ഇതൊരു ഓടിയ സ്ഥിതിക്ക് ഇനി ഏതായാലും മറ്റുള്ളവർക്കും ഇതൊരു പാഠമായിരിക്കും എന്നുള്ളത് നമുക്ക് വിചാരിക്കാം. ഒപ്പം വളരെ സുരക്ഷിതമായ രീതിയിൽ നമ്മുടെ കപ്പലുകൾക്ക് എന്നല്ല എല്ലാ കപ്പലുകൾക്കും ഇതുവഴി കടന്നു പോകാനുള്ള ഒരു വലിയ ഒരു പ്രോത്സാഹനം കൂടിയാണ്. നമ്മളൊരു സുരക്ഷിതമല്ലാന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്കൊരു ബലമാണ്. അവിടെ നമുക്ക് സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ ഏതായാലും ഇന്ത്യ അവിടെ ഉണ്ട്, നമ്മുടെ നാവികസേന ഉണ്ട്, നമ്മുടെ വ്യോമസേനയുടെ വിമാനം എല്ലാം അവിടെ റെഡിയാണ്. ആർക്കും എന്തും ചെയ്യാം. നമ്മുടെ ഒരുപക്ഷെ ഈ ഇതിലേയും കൂടെ കടന്നു പോകുന്ന കപ്പലുകൾ നിരന്തരം കൊള്ളയടിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ പോലും സാമ്പത്തിക അവസ്ഥയെ നാളെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുമായിരുന്നു. ഏതായാലും അത് ഗംഭീരമായി നമുക്ക് നമ്മുടെ നാവികസേനയെ ഓരോ സൈനികരെയും നമുക്ക് ഇതിനുവേണ്ടി മുൻകൈ എടുത്ത എല്ലാവരെയും കേന്ദ്രമന്ത്രിസഭയും അതുപോലെ നാവികസേന മേധാവിയെയും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയും ഇതിനിറങ്ങി പുറപ്പെട്ട എല്ലാവിധ നമ്മുടെ ടീമിൽപ്പെട്ട ടീം മാർക്കോസ് പെട്ട എല്ലാവർക്കും നമുക്ക് ഒന്നുകൂടെ അഭിനന്ദനങ്ങൾ അറിയിക്കാം. ഹൃദയത്തിൽ നമുക്ക് ഒരു സല്യൂട്ടും കൊടുക്കാം. നമസ്കാരം.